നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന ട്രെയിനായ അസാമിലെ ദിബ്രുഗഡിൽ നിന്നും തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസിന്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇത്. ഈ ട്രെയിനിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ്. ട്രെയിൻ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തേക്ക് എത്തിയിരിക്കുകയാണ്. വിശാഖപട്ടണത്ത് 2 മണിക്കൂർ വൈകിയാണ് വിവേക് എക്സ്പ്രസ് എത്തിയത്. ദിബ്രുഗഡിൽ നിന്ന് വിശാഖപട്ടണം വരെ സിലിഗുഡി ലോക്കോഷെട്ടിന്റെ WP7 ആയിരുന്നു. ഇപ്പൊ ഇതാ ഇവിടുന്ന് വിജയവാഡയുടെ WP7 ആണ്. ഇതങ്ങ് കന്യാകുമാരി വരെ ഉണ്ടാവും. ഇവിടുന്ന് ഈ ട്രെയിനിൽ ലോക്കോ റിവേഴ്സൽ ഉണ്ട്. ഇത് അൺറിസർവ്ഡ് ആണ്. നല്ല തിരക്കാണ് ഇതിലത്തെ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല ചൂടല്ലേ ഇതിൻ്റെ അകത്ത്. മുന്നിൽ തന്നെ 2 അൺറിസർവ്ഡ് കോച്ചുകളുണ്ട്, പുറകിലും 2 എണ്ണം ഉണ്ട്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് സെക്കൻഡ് AC A1 ആണ്. അത് പാൻട്രി കോച്ചിന്റെ ആ ഭാഗത്താണ്. പിന്നെ ഇവിടെയൊക്കെ ഭക്ഷണമൊക്കെ വിൽക്കുന്നതാണ്. ഇതാ സമൂസയൊക്കെയാണ് ഇവിടെ കൂടുതലും. ബിരിയാണിയൊക്കെ ഉണ്ട്, ഇഡ്ഡലി വടയും ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. സ്റ്റേഷനിലെ ട്രാക്കിന്റെ ഭാഗത്തെ ഒരു വൃത്തിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ഇപ്പൊ മുഴുവൻ എലികളും വേസ്റ്റുകളുമാണ്. ഇതാ ഒരു എലി കണ്ടോ അവിടെ വന്നിട്ട്. ആ ഒരു ഫുഡ് വേസ്റ്റ്, ബിരിയാണിയൊക്കെ തിന്നതിൻ്റെ ഒരു പ്ലേറ്റ് തന്നെയാണത്. എന്തൊരു വൃത്തികേടാണെന്ന് അറിയാം. ഇത് മുഴുവനുണ്ട്. 5:46 വിശാഖപട്ടണത്തിന് ഇതാ ട്രെയിൻ എടുത്തു. നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വന്നത്. BSKT എന്നാണ് സ്റ്റേഷന്റെ കോഡ്. വിശാഖപട്ടണം ഇലക്ട്രിക് ലോക്കോ ഷെഡ് ആണ് ഈ കാണുന്നത്. WP4 കാണാം, WP7 കാണാം, WG9 കാണാം. അങ്ങനെ ഒരുപാട് ലോക്കോമോട്ടീവുകൾ. വിശാഖപട്ടണത്ത് നിന്ന് ഞങ്ങൾ 3 പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. 30 രൂപയാണ് ഇതിനായത്. സ്റ്റേഷനിലത്തെ വൃത്തി കണ്ടില്ലേ? എന്താണ് നവി പറയാനുള്ളത്? വളരെ മോശമായ കാഴ്ച തന്നെയാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു നോർത്ത് ഇന്ത്യൻ മീഡിയ ഒരു റാങ്ക് തയ്യാറാക്കേണ്ടായി. അതായത് ഇന്ത്യയിലത്തെ മോശം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പട്ടിക. അതിൽ നമ്മുടെ കേരളത്തിലെ ഒറ്റപ്പാലം ഉണ്ട്. ഞാൻ ഇപ്പോഴും ഉണ്ടല്ലോ, ഒറ്റപ്പാലം വഴി ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പാലം ഉള്ളവർക്കറിയാം, സ്റ്റേഷൻ കണ്ടവർക്കറിയാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു റാങ്കിൽ ഒറ്റപ്പാലം വന്നതെന്ന് ഇപ്പോൾ പോലും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഈ ഒരു സംഭവം ഉണ്ടാക്കിയ ഒരാളില്ലേ, അതാരെങ്കിലും ആയിക്കോട്ടെ, ആ ഉണ്ടാക്കിയ ആൾ ഇപ്പം കണ്ട വിശാഖപട്ടണം പോലുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ഇന്ത്യയിലുണ്ട് വൃത്തിഹീനമായ. അതൊന്നും കാണാത്തതിൻ്റെ കുറവാണ്. 8:19 ട്രെയിൻ ഇപ്പോൾ സമൽക്കോട്ട് ജംഗ്ഷനിലെത്തി. ഇവിടെ ട്രെയിൻ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. കാക്കിനാട പോർട്ടിലേക്ക് പോകണമെങ്കിൽ ഇവിടെയാണ് ഇറങ്ങേണ്ടത്. ഇവിടുന്ന് 12 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഇവിടെ സ്റ്റേഷൻ്റെ നവീകരണമാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ അടുത്തതാണ് രാജമഹേന്ദ്രവരം, അതായത് രാജമണ്ഡ്രി. 9:04 ട്രെയിൻ ഇപ്പോൾ രാജമണ്ഡ്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഇപ്പോഴും രാജമണ്ഡ്രി തന്നെ ഉണ്ട് അത്രേ. സ്ഥലത്തിൻ്റെ പേര് മാറ്റി, രാജമഹേന്ദ്രവരം. ഈ ട്രെയിൻ വന്നത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഇനിയിപ്പോൾ രാത്രി കഴിക്കാനുള്ള ഭക്ഷണം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു റോഡ് ബ്രിഡ്ജ് ഉണ്ട്. ഗോദാവരി നദിക്ക് കുറുകെയാണ് ആ ഒരു പാലം, കോവൂർ ബ്രിഡ്ജ്. ഇവിടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഭക്ഷണമൊക്കെ വിൽക്കുന്നുണ്ട്. നമുക്ക് ചപ്പാത്തി വാങ്ങിക്കാൻ നോക്കാം. ഇവിടെ ഏതൊക്കെയോ ട്രെയിനൊക്കെ ഇതാ വരികയാണ്. അപ്പോൾ ഇത് വിവേക്, കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് ഇതാ ഇവിടത്തേക്ക് കടന്നു വരികയാണ്. നല്ല സമയത്ത് തന്നെ ബിരിയാണി ഇവിടെ നോക്കാം, അടുത്ത് നോക്കാം. ഒന്നില്ലെങ്കിൽ അടുത്തത് പോവാം. രാജമണ്ഡ്രിയിൽ ബിരിയാണി ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായത് ഇഡ്ഡലി വടയാണ്. ഞങ്ങൾ ഇഡ്ഡലി വട വാങ്ങിച്ച് ഇതിൻ്റെ കൂടെ തന്നെ ചട്നിയാണുള്ളത്. 2 ഇഡ്ഡലിയും ഉണ്ട്, 2 വടയും ഉണ്ട്. ശരിക്കും പറഞ്ഞാണല്ലോ, ഞങ്ങൾക്ക് രാത്രിക്ക് ഇപ്പോൾ വിശപ്പേ ഇല്ല. വിശാഖപട്ടണം എത്തുന്നതിന് മുന്നേ, അതായത് കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞങ്ങൾ മീൽസ് കഴിച്ചതേ ഉള്ളൂ. അതിനുശേഷം വിശാഖപട്ടണത്തു നിന്ന് പഴം കഴിച്ചു. അപ്പോൾ ഇന്ന് രാത്രിക്ക് ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തന്നെ കരുതി. അതുകൊണ്ടാണ് ഇഡ്ഡലിയോടെ വാങ്ങിച്ചത്. ഒരു പ്ലേറ്റിന് 50 രൂപയാണ് ആയത്. നവീനിത സൈഡ് അപ്പറിനെ മേലെ വിരിച്ച് സെറ്റാക്കുവാണ്. ദിബ്രുഗഡിന്ന് വ്യാഴാഴ്ചയാണ് കയറിയത്. വ്യാഴം കഴിഞ്ഞു, വെള്ളി കഴിഞ്ഞു, എന്താ 3ാമത്തെ രാത്രി ശനിയാഴ്ചയായി. ട്രെയിൻ ഇപ്പോൾ 2.5 മണിക്കൂറാണ് ഡൽഹി ഉള്ളത്. ഇനിയിപ്പോൾ വിജയവാഡ, നെല്ലൂർ, റേണിഗുണ്ട വഴിയാണ് ട്രെയിൻ പോവുക.
നാളെ രാവിലെ മിക്കവാറും നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഡിലേ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലെത്തും. കാട്ട്പാടി ഭാഗത്തായിരിക്കും മിക്കവാറും എത്തുക. ഇനിയിപ്പോൾ നാളെ രാവിലെ മുതലുള്ള കാഴ്ചകൾ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ട്രെയിൻ ഇപ്പോൾ 3 മണിക്കൂർ വൈകി തമിഴ്നാട്ടിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ കാട്ട്പാടി ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. 8:06 ഇപ്പോൾ. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിന്ന് അണ്ടർസൂളിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. അതിലും തിരക്കുണ്ട് ഇപ്പോൾ. കാട്ട്പാടിയിൽ 5 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. എന്നാൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം വാങ്ങിക്കാം. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പുള്ളത് സേലത്താണ്. അവിടെ എത്തുമ്പം 11 മണിയാവും. ഇവിടെ ദോശയുണ്ട്, പൂരിയുണ്ട്, ഇഡ്ഡലിയുണ്ട്. ഇവിടെ ഏതാണെന്ന് വെച്ചാൽ വാങ്ങിക്കാം. 8:18 ട്രെയിൻ ഇപ്പോൾ കാട്ട്പാടിയിൽ നിന്ന് ഇതാ എടുത്തു. ഇനി അടുത്തത് സേലം ജംഗ്ഷൻ. 200 കിലോമീറ്ററിന് മുകളിൽ യാത്ര ചെയ്യാനുണ്ട്. 10:30 എന്തായാലും എത്തുമ്പോൾ. അതാണ് ഇവിടുന്ന് തന്നെ ഫുഡ് വാങ്ങിച്ചത്. പൊതുവേ ഞങ്ങൾ ഈ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലത്തെ ഭക്ഷണം ഒന്നും വാങ്ങിക്കാറില്ല. പിന്നെ ഇനിയിപ്പോൾ ഒരുപാട് ദൂരം പോകേണ്ടതായിട്ടുണ്ട്. ഒരുപാട് സമയം വൈകുമല്ലോ സേലത്തെത്തുമ്പോൾ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചത് ഇഡ്ഡലി വടയാണ്. 3 ഇഡ്ഡലി ഉണ്ട്, നല്ലൊരു വലിയൊരു വടയുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് വട എന്നൊക്കെ പറയുന്നതെന്നാണ് ഞങ്ങൾ. അതുപോലെ ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ വലിയൊരു വട. പിന്നെ ഇത് ഞാൻ ചട്നി എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് ചട്നി അല്ല, സാമ്പാറാണ്. അപ്പോൾ ചട്നി ഇല്ല, 2 സാമ്പാറാണ് നമുക്ക് തന്നത്. ഈ ഒരു പ്ലേറ്റിന് 50 രൂപയാണ്. ഇനിയിപ്പോൾ രാവിലെ ഇത് ജസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പിന്നെ ബാക്കി ഭക്ഷണം ഇനിയിപ്പം കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും നല്ല അല്ലേ നമ്മുടെ കേരളത്തിലെത്തിയ ശേഷം മതി. ട്രെയിൻ ഇപ്പോൾ ജോളാർപേട്ടയിലേക്ക് എത്തുകയാണ്. കോയമ്പത്തൂർ MGR ചെന്നൈ സെൻട്രൽ വന്ദേ ഭാരത് ഇതാ വരികയാണ്. നിലവിൽ ജോളാർപേട്ടയിൽ സ്റ്റോപ്പില്ല, പക്ഷേ നിർത്തുമെന്ന് നോക്കാം. അങ്ങ് അവിടെ ഒരു ട്രെയിൻ ഉണ്ട്, എറണാകുളം പട്ന വീക്ക്ലി എക്സ്പ്രസ്, വാരണാസി വഴി പോകുന്ന വണ്ടിയാണ്. ജോളാർപേട്ടയിൽ വണ്ടി നിർത്തി, അതെടുത്തു. ജസ്റ്റ് ഒന്ന് നിർത്തി, അപ്പം തന്നെ എടുത്തു. ഇവിടെ ഇത്രയും തിരക്ക് കണ്ടില്ലേ? ഇവിടെ ഇപ്പം MGR ചെന്നൈ സെൻട്രൽ കോയമ്പത്തൂർ കോവൈ എക്സ്പ്രസ് വരാനുണ്ട്. അതിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ്. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഏലഗിരി ഹിൽസ് നമുക്ക് കാണാം. ഹൈ കപ്പാസിറ്റി പാർസൽ വാൻ. ഏലഗിരി ഹിൽസ് അവിടെയാണ്, പക്ഷെ ഇന്നൊരു വ്യക്തതയില്ല. ഇതാ ട്രെയിൻ ഇപ്പോൾ 110 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 60 കിലോമീറ്റർ ദൂരം കൂടി ഉണ്ട് സേലത്തേക്ക്. ഇവിടെ മുഴുവനും തെങ്ങൊക്കെയാണിത്. ഈ കോവ എക്സ്പ്രസ് ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെയുണ്ട്. ഞാൻ വിചാരിച്ചു അടുത്തേതെങ്കിലും സ്റ്റേഷനിൽ അത് ഓവർടേക്ക് ചെയ്യുന്ന, എന്തായാലും ഇതുവരെ ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ ലോങ്ങസ്റ്റ് ആയിട്ട് ഓടുന്ന ട്രെയിനുകൾക്ക് യാത്ര ചെയ്യുന്ന സമയത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളന്മാരെയൊക്കെ നോക്കേണ്ട കാര്യം. നമ്മളിപ്പോൾ ഈ ഒരു വിവേക എക്സ്പ്രസ്സിലൊക്കെ ഈ ഒരു ഫോണൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കീശേൻ്റെ അടുത്ത് എടുത്ത് വെച്ചിട്ടാണ് നൈറ്റൊക്കെ കിടന്നു തുടങ്ങുന്നത്. കാരണം ഒരുപാട് ഫോണൊക്കെ മിസ്. ഞാൻ 2ാമത്തെ പാട്ടിലുള്ളിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ വൃത്തിയുടെ കാര്യം. പിന്നെ പോകുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനാണ് പ്രത്യേകത. ഇന്ത്യയിലത്തെ ലോങ്ങസ്റ്റ് ആയിട്ട് ഓടുന്ന ട്രെയിനുകളൊക്കെ ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ട്. വിവേകിൽ ഇത് 3ാമത്തെ ലോങ് യാത്രയാണ്, എൻഡ് ടു എൻഡ്. അപ്പോൾ ഈ വിവേക് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓടുന്ന ട്രെയിനാണെന്ന് പറഞ്ഞാൽ 4153 കിലോമീറ്ററാണിത് ടോട്ടൽ ഓടുന്നത്. പിന്നെ മറ്റു ട്രെയിനുകളുടെ ലിസ്റ്റ് പറയുകയാണെങ്കിൽ 2ാമത് വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ആ സമയത്ത് സിൽച്ചറിലേക്ക് പോകുന്ന അർണോയ് ആണ്. അത് 3915 കിലോമീറ്ററാണ് ഓടുന്നത്. 3ാമത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി ഖട്ടറിലേക്ക് പോകുന്ന ഹിമസാഗറാണ്. അത് 3791 കിലോമീറ്ററാണ് അത് ഓടുന്നത്. അതിൽ ഞങ്ങൾ 3 തവണ യാത്ര ചെയ്തിട്ടുണ്ട്. അർണോയിൽ 1 തവണ യാത്ര ചെയ്തിട്ടുള്ളൂ. പിന്നെ 4ാമത് വരുന്ന വണ്ടി തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി ഖട്ടറിലേക്ക് പോകുന്ന നവയുഗ എക്സ്പ്രസ് ആണ്. അത് ഞങ്ങൾ 1 തവണ യാത്ര ചെയ്തിട്ടുണ്ട്. അത് ടോട്ടൽ ഓടുന്നത് പറഞ്ഞാൽ 3635 കിലോമീറ്റർ എങ്ങാണ്ടാണ്. പിന്നെ 5ാമത് വരുന്നത് ത്രിപുരത്തെ അഗർത്തലയിൽ നിന്ന് കർണാടകയിലെ SMVT ബംഗളൂരുക്ക് പോകുന്ന ഹംസഫറാണ്. അത് 3554 അത്രയാണ് ഓടുന്നത്. അത് ഞങ്ങൾ 1 തവണ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു വണ്ടി തോന്നുന്നത് ഞങ്ങൾക്ക് ഹിമസാഗർ നവയുഗമാണ്. മംഗളൂരു MGR ചെന്നൈ സെൻട്രൽ വെസ്റ്റ് കോസ്റ്റാണിത്.
ഇപ്പോൾ പുതിയ LHB ഒക്കെ ആയല്ലോ. 10:50 ട്രെയിൻ ഇപ്പോൾ സേലം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. സ്റ്റേഷന്റെ കോഡ് SA എന്നാണ്. നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. കന്യാകുമാരി എക്സ്പ്രസ് വയ കോയമ്പത്തൂർ എറണാകുളം ടൗൺ കോട്ടയം നടിമേടി 4 വന്ന് சேர்ந்து വിട്ടത്. ട്രെയിൻ ഇപ്പോൾ ഈറോഡ് ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഈ കാണുന്ന ലൈനില്ലേ, ഇത് കരൂർ തിരുച്ചിറപ്പള്ളി ലൈനാണ്. 11:45 ഈറോഡ് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തുകയാണ്. ഇവിടെ 10 മിനിറ്റ് ഉണ്ട് ട്രെയിന് സ്റ്റോപ്പ്. 10 മിനിറ്റ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത് കൊണ്ട് സെക്കൻഡ് AC വിൻഡോ ഒക്കെ ഇവർ ക്ലീൻ ചെയ്യുന്ന കണ്ട ഒരു നല്ലൊരു കാര്യമാണ്. നമ്മുടെ ആ ഒരു വിൻഡോയും കൂടെ ഇവർ ഇവിടുന്ന് ക്ലീൻ ചെയ്ത് തരും. പിന്നെ ഇവിടുന്ന് ടോയ്ലറ്റിന് വാഷ് ചെയ്തതിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കുകയാണ്. എനിക്കിതെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇതിലൂടെ പോകുമ്പോൾ പല ട്രെയിനിലും ഇവരിങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഈ ഒരു റെയിൽവേ ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ വിൻഡോ ഒക്കെ ഒരു വൃത്തിയില്ലാത്തതാണ്, മൊത്തത്തിൽ അഴുക്ക് പിടിച്ച് കിടക്കുന്നതാണ് ഉണ്ടായത്. 2 കാപ്പി വാങ്ങിക്കാം. കാപ്പി ഉണ്ട്, അതുപോലെ തന്നെ സമൂസയൊക്കെ ഉണ്ട്. സമൂസ വാങ്ങിച്ചോ, ഒരു 4 സമൂസ വാങ്ങിച്ചോ. 2 സമൂസയും 2 വടയും. എന്നാ അങ്ങനെ വാങ്ങിച്ചോ, അതായിരിക്കും നല്ലത്. 2 സമൂസ 2 വട. 2 കാപ്പിയും 2 സമൂസയും 1 വടയും 1 പരിപ്പോടെയാണ് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചത്. ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒണിയൻ സമൂസ കിട്ടും. ബാക്കി എന്ന് വെച്ചാൽ മേലെ സമയത്തൊക്കെ ഉണ്ടല്ലോ സമൂസ എന്ന് പറഞ്ഞത് ഉരുളക്കിഴങ്ങിലെ സംഭവമാണ്. എനിക്കെന്ന് പറഞ്ഞാല് ആ സംഭവം ഇഷ്ടമല്ലേ, എനിക്ക് ഇഷ്ടമല്ല. 12:42 ട്രെയിൻ ഇപ്പോൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ ഒരുപാട് ടെക്സ്റ്റൈൽസുകളൊക്കെ ഉണ്ട്. ഇവിടെയുണ്ട്, കഴിഞ്ഞ സ്റ്റേഷനായ ഈറോഡിലുമുണ്ട്. ഹോൾസെയിലും റീറ്റെയിലൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങി നാട്ടിലേക്കൊക്കെ പോവാം. ചെറിയ വിലക്കൊക്കെ ഇവിടുന്ന് ഡ്രസ്സുകൾ കിട്ടും. ഈ സ്റ്റേഷൻ തന്നെ കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട്. ഞങ്ങളവിടെയൊക്കെ പോയതാണ്. തിരുപ്പൂരിൽ നിന്ന് അങ്ങനെ ട്രെയിൻ എടുത്തു. ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തിരക്കുണ്ടോ. ഇവിടെ ഇപ്പം എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസ്സും ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്സും വരാനുണ്ട്. ഇതിൽ കൂടുതൽ പേരും ഇവിടെ ടെക്സ്റ്റൈൽസുകളിലൊക്കെ പണിക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. കൂടുതലും ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ ഭാഗത്തെ ആൾക്കാർ തന്നെയാണ്. ഒരു 20 വയസ്സ് മുതൽ 25-26 വയസ്സ് വരെയുള്ള പ്രായമുള്ള പെൺകുട്ടികൾ കൂടുതലായിട്ടുണ്ട്. നിങ്ങൾ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്സിൽ വരുന്ന സമയത്തും എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസ്സിൽ വരുന്ന സമയത്തൊക്കെ കണ്ടതാണ്. ഇവിടെ ഇപ്പം എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസ്സാണ് വരിക. എറണാകുളം ജംഗ്ഷൻ ടാറ്റാ നഗർ. ഞങ്ങളിതിൽ മുഴുവൻ യാത്ര പോയിട്ടുള്ളതാണ്, എറണാകുളത്ത് നിന്ന് ടാറ്റാ നഗർ വരെ. ഈ ട്രെയിനിൻ്റെ സ്ലീപ്പർ ക്ലാസ് ഒക്കെ കുറച്ച് മോശം തന്നെയാണ്. നിങ്ങൾ യാത്ര ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ AC എടുക്കുക. ട്രെയിൻ ഇപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 04 കന്യാകുമാരി വിവേക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് വയ പാൽഘാട്ട് ട്രിച്ചൂർ കുലാം ട്രിവാൻഡ്രം നടിമേടി 1 ഇருந்து പുറപ്പെട തയ്യാറ. കോയമ്പത്തൂരിൽ ട്രെയിൻ എടുത്തു. ഇവിടുന്ന് 1:50 കണ്ണൂരിലേക്കുള്ള എക്സ്പ്രസ് ആണ് അവിടെ. പിന്നെ അവിടെ ഉള്ളത് മന്നാർഗുഡി ചെമ്മൊഴി എക്സ്പ്രസ് ആണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും നമ്മുടെ കേരളത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അടുത്തതിന് പാലക്കാട് ജംഗ്ഷനാണ്. അതിൻ്റെ ഇടയിലാണ് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉള്ളത്. അങ്ങനെ വലിയ വലിയ മലനിരകളൊക്കെ കണ്ടു തുടങ്ങുകയാണ്. ഇപ്പം ഇവിടെ വലിയ പച്ചപ്പൊന്നും തന്നെ ഇല്ല.
ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് ഇതുവഴി യാത്ര ചെയ്യേണ്ടത്. ആ ഒരു മഴയൊക്കെ പെയ്ത സമയത്ത് ഇവിടെ മുഴുവനും തെങ്ങാണ്. ആനയൊക്കെ ഇറങ്ങുന്ന ഒരു വഴിയാണിത്. ഫോറസ്റ്റിന്റെ തന്നെ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കാണാം. രാത്രിയിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഒരുപാട് അപകടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലേക്ക് കയറും. അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. മിക്കവാറും ഈ ഒരു ഭാഗത്ത് ട്രെയിൻ എപ്പോഴും നിർത്താറുണ്ട്. ഇവിടെ ആയിട്ട് തന്നെയാണ് നിർത്താറ്. പിന്നെ അങ്ങാ ദൂരത്തായി ഒരുപാട് മലനിരകളൊക്കെ കാണാം. പിന്നെ അവിടെ വാഴയുണ്ട്, അതുപോലെ തന്നെ തെങ്ങുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളിതാ കേരളത്തിലേക്ക് കയറുകയാണ്. വെൽക്കം ടു കേരള. കേരളത്തിലേക്ക് സ്വാഗതം. ഇവിടെ വെൽക്കം ടു തമിഴ്നാട്. കേരളത്തിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. 2:33. ഇനിയിപ്പോൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിക്കാം. മാക്സിമം ഊണ് തന്നെയാണ് നോക്കുന്നത്. ഇനിയിപ്പോൾ ഊണ് കിട്ടിയില്ലെങ്കിൽ ബിരിയാണി നോക്കാം. എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചെത്തിയത്. ഈ കേരളത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. പാലക്കാട് വന്ന സമയത്ത് ഇതാ തിരുവനന്തപുരം സിക്കന്ദരാബാദ് ശബരി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് എടുത്തിട്ട് അത് പോയി. അങ്ങ് അവിടെ കാണുന്നത് പാലരുവി എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനിൽ ഒരുപാട് നാഗാലാൻഡിൽ നിന്നുള്ള ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ A1 കോച്ചിൽ സഹ പാസഞ്ചേഴ്സൊക്കെ ആയ ആൾക്കാർ അവിടെ നിന്ന് കയറി വരുന്നതായിരുന്നു. അവരൊക്കെ ദീമാപൂരിൽ നിന്നാണ് കയറിയത്. നേരെ കോഴിക്കോടേക്ക് പോകാനുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ ഇവിടെ ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് അവർ പോകുന്ന ട്രെയിൻ മിക്കവാറും കോയമ്പത്തൂരിൽ നിന്ന് കണ്ണൂരേക്ക് ഒരു എക്സ്പ്രസ് ഉണ്ടല്ലോ, അതന്നെ ആയിരിക്കും. ഞങ്ങൾ ഇവിടുന്ന് 2 ഊണ് വാങ്ങിക്കാനാണ് പ്ലാൻ ഉണ്ടായത്. പക്ഷേ ഒരു ഊണും ഒരു ബിരിയാണിയാണ് ഉണ്ടായത്. ബിരിയാണിക്ക് 100 രൂപയാണ്. അതായത് വെജ് മീലാണ് ഇത്. ഇതിന് 90 രൂപയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അച്ചാറുണ്ട്, തൈരുണ്ട്, പിന്നെ സാമ്പാർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ ദിവസത്തിന് ശേഷമാണല്ലോ ബിരിയാണിയൊക്കെ കഴിക്കുന്നത്. ഇവിടെ നിർത്താൻ കാരണം ഇതിൻ്റെ മുന്നിലൂടെ 5 ട്രെയിനുകളാണ് ഒരുപോലെ പോകുന്നത്. ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ളത് സിൽച്ചാർ തിരുവനന്തപുരം അരണോയി, അതിൻ്റെ മുന്നിൽ കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി, അതിൻ്റെ മുന്നിൽ ഷൊർണൂർ തിരുവനന്തപുരം വേണാട്, അതിൻ്റെ മുന്നിൽ ബാംഗ്ലൂർ എറണാകുളം ഇൻ്റർസിറ്റി, അതിൻ്റെ മുന്നിൽ ന്യൂഡൽഹി തിരുവനന്തപുരം കേരള. ഇത്രയും വണ്ടികളാണ് ഒരുപോലെ ഉള്ളത്. ഇപ്പോൾ ഷൊർണൂർ B ക്യാബിനിലുണ്ട് അരണോയി. ഇതിലൂടെ ഒരു ട്രാക്ടറൊക്കെ പോകുന്നത് കാണാം. ഇവിടെ ഇപ്പം നിലവിൽ നല്ല ചൂടാണ്. 36 ഇപ്പം കാണിക്കുന്നത്. ഇത് ഷൊർണൂർ A ക്യാബിനാണ്. ഈ കാണുന്ന ലൈനാണ് നേരെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ B ക്യാബിൻ്റെ അവിടെ നിന്നാണ് ഷൊർണൂർ ഭാഗത്തുനിന്ന് വടക്കാഞ്ചേരിയിലേക്കുള്ള ലൈൻ കാണുക. അങ്ങ് അവിടെയായി കാണുന്നതാണ് ഷൊർണൂർ ജംഗ്ഷൻ. അവിടെ ഇപ്പം മംഗള എക്സ്പ്രസ് വന്നതേ ഉള്ളൂ. ഷൊർണൂർ ഭാഗത്തുനിന്ന് വരുന്ന ആ ഒരു ലൈനാണിത്. ഇത് ഷൊർണൂർ B ക്യാബിൻ. ഇത് കഴിഞ്ഞാണ് ഭാരതപ്പുഴയായി. ഇനിയിപ്പോൾ കുറച്ച് പോയി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പാലക്കാട് ഡിവിഷനിൽ നിന്ന് തിരുവനന്തപുരം ഡിവിഷനിലേക്ക് കയറും. ഇവിടെയാണ് ആ ഒരു ബോർഡ് ഉള്ളത്. ട്രിവാൻഡ്രം ഡിവിഷൻ വെൽക്കംസ് യു.
അപ്പോൾ പാലക്കാട് ഡിവിഷൻ ഇതാ ഇറങ്ങുവാണ്. ഇവിടെ ഇതാ പാലക്കാട് ഡിവിഷൻ വെൽക്കംസ് യു. ഇത് ഭാരതപ്പുഴ കഴിഞ്ഞ ഉടനെ തന്നെയാണ്. അവിടെ ഒരു ലെവൽ ക്രോസിംഗ് ഉണ്ട്. വണ്ടി ഇതിങ്ങനെയാണ് പോകുന്നത്, കാരണം ആ വണ്ടികളൊക്കെ മുന്നിലുണ്ടല്ലോ. നാല് 14 ട്രെയിൻ ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. തൃശ്ശൂരിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്തുണ്ടല്ലോ, ചില സമയങ്ങളിൽ പോകുന്ന നേരത്ത് നല്ല പണി കിട്ടാറുണ്ടല്ലോ. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പോകുന്നത്, ഈ ഒരു വിവേക് എക്സ്പ്രസ് ഒക്കെ എന്താ പറയുക 3 രാത്രി ഓടി വരുന്ന വണ്ടിയാണ് കേരളത്തിലേക്ക് ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ. അപ്പോൾ നമ്മൾ ഷോർട്ടായിട്ട് ചില ആളുകൾ റിസർവ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാലക്കാട് നിന്ന് തിരുവനന്തപുരം, തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്ത് വെക്കാറുണ്ടല്ലോ. റിസർവേഷൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പം അങ്ങനെ ബുക്ക് ചെയ്തതിൽ വിഷയം എന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു വണ്ടി ഡിലേ ആയിട്ട് വരാറുണ്ട്. ഇന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് വെറും 3 മണിക്കൂർ 4 മണിക്കൂറിൻ്റെ അടുത്ത് മാത്രമാണ് ഡിലേ. ഈ വണ്ടിക്ക് 12 മണിക്കൂറൊക്കെയാണ് ഇന്നലെ ഡിലേ വന്നത്. ഞങ്ങൾക്ക് 2022 യാത്ര ചെയ്യുന്ന സമയത്ത് 26 മണിക്കൂറൊക്കെ ഡിലേ ആയിട്ട് പോയ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ വിഷയം വരുന്നത് വെച്ചാൽ പോസ്റ്റ് ആവേണ്ടി വരും. നമുക്ക് 3 മണിക്കൂറിന് മേലെയാണ് ഡിലേ ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് TDR ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ക്യാൻസൽ ചെയ്താൽ പൈസ ഒന്നും പോകില്ല. നമുക്ക് TDR ഫയൽ ചെയ്താൽ തന്നെ നമുക്ക് ഫുൾ റീഫണ്ട് കിട്ടാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇതുകൂടെ നോക്കണം. പക്ഷെ ബുക്ക് ചെയ്യുന്നവരും ഉണ്ട്. നവീൻ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ ദീർഘദൂര വണ്ടികളിൽ നമ്മൾ അവസാനത്തെ കുറച്ച് ഭാഗത്തേക്ക് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം ഇതിൽ തന്നെ ഞങ്ങൾ ദിബ്രുഗഡ് നിന്ന് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ ചാർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ് നമ്മുടെ A1 കോച്ചിലെ തന്നെ ബർത്ത് നമ്പർ 1 എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ കയറുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ ഭാഗം നോക്കിയാൽ മതി, തൃശ്ശൂരിൽ നിന്ന് കൊല്ലത്തേക്കൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ട്രെയിൻ ഡിലേ ആവുകയാണെങ്കിൽ ടോട്ടലി പണി കിട്ടും. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഈ കാണുന്നത് മുഴുവനും സോളാർ പാനലുകളാണ്. എയർപോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അവിടെയാണ്. ഇതുവഴി തന്നെ റോഡും ഉണ്ടല്ലോ. ഇവിടെയാണ് പുതിയ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത്. വന്നു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരമായി. ഇപ്പോൾ റൺവേയിൽ ഫ്ലൈറ്റിനൊന്നും കാണുന്നൊന്നുമില്ല. അവിടെ ഇൻഡിഗോ ഉണ്ട്, എയർ ഇന്ത്യ ഉണ്ട്, അങ്ങനെ കുറച്ച് ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ വേറെയും ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. ഒരു പ്രൈവറ്റ് ജെറ്റാണെന്ന് തോന്നുന്നു അങ്ങ് കാണുന്നത്. തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ട്രെയിനും ഫ്ലൈറ്റും ഒരുപോലെ തന്നെ വരണം. ഇനി അടുത്ത സ്റ്റോപ്പ് ആലുവ, അത് കഴിഞ്ഞ് എറണാകുളം ടൗൺ. അവിടെയാണ് ഈ ട്രെയിനിലെത്തിയ ഭൂരിഭാഗം ആൾക്കാർ ഇറങ്ങുന്നതെന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ നാട്ടിലേക്ക് പണിക്കൊക്കെ വരുന്ന ആസാമിലെത്തെയും വെസ്റ്റ് ബംഗാളിലത്തെ ആൾക്കാരൊക്കെ തന്നെയാണ് അവിടെ കൂടുതലായിട്ട് ഇറങ്ങുക. അതിനുശേഷം നമുക്ക് സ്ലീപ്പർ ക്ലാസിന്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് ജസ്റ്റ് പോവാം. അവിടത്തേക്ക് വൃത്തിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കണ്ടേ. സെക്കൻഡ് AC വാഷേരിന്റെ ഈ ഭാഗത്തെയും അതുപോലെ തന്നെ ടോയ്ലറ്റിന്റെ ഒക്കെ ഭാഗത്ത് നല്ല വൃത്തിയാണ്. ഒരു ബ്ലോക്കോ ഒരു വൃത്തിയില്ലായ്മയോ എവിടെയില്ല. മസ്റ്റ് നല്ല പ്രോപ്പറായിട്ട് തന്നെ ഡസ്റ്റ്ബിനൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ ബ്ലോക്ക് ആവുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഈ പാൻ പരാഗൊക്കെ മുറുക്കി തുപ്പുന്ന ആൾക്കാരില്ലേ, അവരൊന്നും ഈ ഒരു കോച്ചിലേ ഉണ്ടായിരുന്നില്ല. പക്ക അതായത് നല്ല രീതിയിൽ തന്നെയാണ് ഇതിലത്തെ സർവീസ് ഉണ്ടായത്. 5:12 ട്രെയിനിപ്പോൾ ഇതാ ആലുവയിലേക്ക് എത്തുകയാണ്. ഇപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങും. സ്ലീപ്പർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കണ്ടോ. പെരുമ്പാവൂരിലേക്കൊക്കെ പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാം.
ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ലീപ്പർ ക്ലാസ് തന്നെയാണ് ഇറങ്ങുന്നത്. സ്ലീപ്പർ ക്ലാസ്സും അൺറിസർവ്ഡും. കന്യാകുമാരി KSR ബംഗളൂരു ഐലൻഡ്. അഞ്ച് 47 ട്രെയിൻ ഇതാ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഈ ട്രെയിനിൽ എറണാകുളം ടൗണിൽ വന്നിറങ്ങിയ ആൾക്കാരുടെ തിരക്കാണിത്. ഇവിടെ 5 മിനിറ്റാണ് ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇനി അടുത്തത് കോട്ടയമാണ്. എറണാകുളത്ത് നിന്ന് ഇപ്പോൾ ട്രെയിൻ എടുത്തേ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ അകത്തെ ഒരു കാഴ്ചയാണ്. ഈ കോച്ചിലത്തെ ആൾക്കാരൊക്കെ ഇറങ്ങി. ഇവിടുത്തെ ഒരു വൃത്തിയൊക്കെ പറയണ്ടേ. ഇവിടുത്തെ ഭാഷയിലൊക്കെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നടക്കാം. ആദ്യം തന്നെ ഇതാ ഇവിടെ തുപ്പി എല്ലാം ബ്ലോക്കാക്കി വെച്ചു. ആദ്യത്തെ കാഴ്ച തന്നെ ഇതാ ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ആൾക്കാരുണ്ട് കേട്ടോ. കോച്ചിൻ്റെ അകത്ത് ടോട്ടലി ഒരു വൃത്തിയായിട്ടൊരു സ്മെല്ലാണ്. എല്ലാം മറ്റേ ഗുഡ്കേൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് മെയിനായിട്ട്. ഇവിടെ നിന്ന് പിന്നെയും കുഴപ്പമില്ല. അടുത്തത് ഇതാ ഇവിടെ വേസ്റ്റ് പിന്നെ ഉണ്ടെങ്കിൽ പോലും ഇതിലേക്കാണ് ആൾക്കാർ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിടുക. പിന്നെ ഈ നടന്നു പോകുന്ന വഴിയിലത്തെല്ലാം വൃത്തിത ഇങ്ങനെയാണ്. എന്താലേ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് AC സ്വർഗം തന്നെയാണ്. സ്ലീപ്പർ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുന്നേ എറണാകുളം എത്തിയില്ലേ, ഇനിയിപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിലിപ്പോഴും നല്ല തിരക്കുണ്ട്. ശരിക്കും ഈ വിവേക് എക്സ്പ്രസിനെ കക്കൂസ് വണ്ടി എന്നൊക്കെയാണ് ചിലർ വിളിക്കാറുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അൺറിസർവ്ഡും സ്ലീപ്പർ ക്ലാസ്സും തന്നെയാണ്. അതിൻ്റെ അകത്തൊരു കാഴ്ചയൊക്കെ കണ്ടില്ലേ, മെയിനായിട്ട് വാഷ് ഏരിയൻ്റെ ഭാഗത്തെയാണ്. പിന്നെ ടോയ്ലറ്റിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നേ. അത് വീഡിയോയിൽ പകർത്താൻ വേണ്ടി പറ്റിയില്ല, കാരണം മൊത്തത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതൊക്കെ എങ്ങനെയാണ് വീഡിയോയിൽ എടുക്കുന്നത് അല്ലേ? അതെ, അതുപോലെ തന്നെ എല്ലാ വാഷ് ബേസിലും അത് ഈ പറഞ്ഞ തുപ്പും, അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് കൊണ്ടിട്ട് അതിലിടും. അതുപോലെ എല്ലാം ബ്ലോക്കായ ഒരു അവസ്ഥയാണ്. ഈ ഏറ്റവും ഒരു ദുരിത യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ സ്ലീപ്പർ ക്ലാസ് യാത്രയുമാണ്. അതുപോലെ തന്നെ പാൻപരാഗ് എക്സ്പ്രസ് എന്നാണ് പറയാ. ശരിക്കും അതിന്റെ അകത്തേക്കൂടെ പോകുന്ന സമയത്തുണ്ട് ഒരു ദുർഗന്ധം നിറഞ്ഞൊരു സ്മെല്ലാണ് പാൻപരാഗിന്റെയും ഗുക്കേന്റെയും ആയാലും. പിന്നെ എല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാല് ട്രെയിൻ യാത്ര വരും, അതിലൊരു ലോങ് പോകുമ്പോൾ എന്തായാലും വെറുത്തു. അതാണ് മെയിനായിട്ട് പ്രശ്നം. പിന്നെ ഈ ട്രെയിനിന്റെ സെക്കൻഡ് AC ഇല്ലേ, അടിപൊളിയാണ്. നമ്മൾ നോർമൽ ഒരു ഡൽഹിയിലേക്കെല്ലാം പോകുന്ന ഒരു, അതായത് സമ്പർക്രാന്തിന്റെ ഒക്കെ സെക്കൻഡ് ACയിൽ ഡൽഹിയിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെയാണ് ഇതിന്റെ സെക്കൻഡ് AC. ഒരു പ്രശ്നവും. അതായത് എന്ന് വെച്ചാൽ ഇതിലിപ്പോ സെക്കൻഡ് AC ഇപ്പൊ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതിപ്പം ഞാൻ മനുവിനോട് പറഞ്ഞു, എടാ സെക്കൻഡ് AC ഇതിപ്പം നമ്മൾ നോർമൽ ഒരു ട്രെയിനിൽ പോകുന്ന വിവേക് നിന്ന് ഒരു പ്രതീതിയില്ല. കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഇതിലത്തെ യാത്രക്കാരെന്ന് വെച്ചാൽ ബംഗാളീസ് ആണെങ്കിലും ആസാമീസ് ആണെങ്കിലും ഈ പാൻപരാഗ് തുപ്പി വാഷ് ബേസിൽ തുപ്പി അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ട് വെള്ളം ഫ്ലഷ് ചെയ്യാതിരിക്കുക, അതൊന്നുമില്ല. അതുകൊണ്ടാണ് വൃത്തിയായിട്ട് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇത് നോർമൽ വണ്ടിയെ പോലെ തോന്നുന്നു. വിവേകിന്റെ ആ ഒരു ദുരിതമൊന്നും ഇതിൽ തോന്നുന്നില്ല. അത് തോന്നണമെങ്കിൽ സ്ലീപ്പറിലേക്കും അൺറിസർവ്ഡിലേക്കും പോകണം. 6:58 ട്രെയിൻ ഇപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ 3 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി വന്നത്. അങ്ങനെ കോട്ടയത്ത് നിന്ന് വണ്ടി എടുത്തു. ഇവിടെ ഇപ്പോൾ നാഗർകോവിൽ ഷാലിമാർ ഗുരുദേവ് എക്സ്പ്രസ് വരാനുണ്ട്. വെസ്റ്റ് ബംഗാളിലേക്കുള്ള ഒരു ട്രെയിൻ. ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയത് ഗുരുദേവ് എക്സ്പ്രസിൽ നിന്നാണ്. തിരുവല്ല സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ഈ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പില്ല. ഇവിടെയാണിതാ നാഗർകോവിൽ ഷാലിമാർ ഗുരുദേവ് എക്സ്പ്രസ് ഉള്ളത്. ഇതിന്ന് 1 മണിക്കൂറോളം ഡിലേ ആണ് ഈ വണ്ടി. നമ്മുടെ വണ്ടി മിക്കവാറും ഇവിടെ നിർത്താനുള്ളൊരു സാധ്യതയുണ്ട് കണ്ടിട്ട്. തിരുവല്ലയിൽ ഓൾറെഡി വണ്ടി നിർത്തി കേട്ടോ. ഇവിടെ ഇതാ ഗുരുദേവ് എക്സ്പ്രസിലേക്കുള്ള ആൾക്കാരുടെ ഒക്കെ തിരക്ക് കാണാം. ഇത് സ്ലീപ്പർ ക്ലാസ് ആണ്. ഇതിന് നല്ല തിരക്ക് വരിക കോയമ്പത്തൂരൊക്കെ കഴിയണം. ഈ നമ്മുടെ ട്രെയിൻ ഇവിടെ നിർത്താൻ കാരണം ഇതിന്റെ തൊട്ട് മുന്നിൽ തന്നെ അറോണോയി എക്സ്പ്രസ് ഉണ്ട്. അതാണ് 7:39 ട്രെയിൻ ഇപ്പോൾ ചെങ്ങന്നൂരെത്തി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. പക്ഷേ ഇവിടെ വണ്ടി 10 മിനിറ്റോളാണ് നിന്നത്.
ആ പറഞ്ഞ സമയത്തൊന്നല്ല വണ്ടി എടുക്കുന്നത്, അതാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് കൊല്ലം. കായംകുളത്ത് ഈ ട്രെയിൻ സ്റ്റോപ്പില്ല. 8:50 ട്രെയിൻ ഇപ്പോൾ കൊല്ലം ജംഗ്ഷനിലേക്ക് ഇതാക്കുകയാണ്. ദിബ്രുഗഡിൽ നിന്ന് കൊല്ലം വരെ വരുമ്പോഴത്തേക്കും 4002 കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തു. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. അത് 1A പ്ലാറ്റ്ഫോമാണ്. ഇനി ഇവിടുന്ന് നമുക്കുണ്ടെങ്കിൽ രാത്രിക്ക് ഭക്ഷണം കിട്ടുമോ നോക്കാം. മിക്കവാറും ബിരിയാണിയൊക്കെ ഉണ്ടാവുള്ളൂ, അതാണ്. ഇവിടെ സ്റ്റേഷന് നവീകരണമാണ്. കൊല്ലത്തുനിന്ന് ഫുഡൊന്നും കിട്ടിയില്ല കേട്ടോ. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ വല്ല ചായയൊക്കെ കുടിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ കരുതി. പിന്നീടല്ലോ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കൂടി ഉണ്ട്. ഈ ട്രെയിനിൽ കുറച്ച് വെള്ളടിയൊക്കെ ഉണ്ട്. അതായത് വെച്ചാൽ മെയിനായിട്ട് ഈ അറ്റൻഡേഴ്സ് ആയിട്ട് ആൾക്കാരില്ലേ, അവരെന്നെ ഇപ്പം പല ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട്. കാരണം ആരും ഇല്ലല്ലോ. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി ഒരു പാൻട്രി തന്നെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് കയറിയ സമയം തന്നെ ഇവരായിട്ട് കണക്ഷനിലെ ഒരുപാട് ആളുകൾക്ക് ഇവർ കുപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളതൊക്കെ നോട്ട് ചെയ്യാൻ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയാം, ഇതൊന്നും നമുക്ക് ലൈവായിട്ട് പകർത്താൻ പറ്റില്ല. നമ്മുടെ കണ്ടുകൊണ്ട് കാണുന്ന കാഴ്ചകളാണ്. പിന്നെ ഇന്നലെ ഒരു ഇൻസിഡൻറ്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് വീഡിയോ ഷൂട്ടൊക്കെ അവസാനിച്ച് ഞങ്ങൾ ഇന്നലെ വിശാഖപട്ടണം കഴിഞ്ഞ ഏകദേശം എനിക്ക് തോന്നുന്നു രാജമുണ്ടൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങിയാണ്. മനു താഴെ കിടന്നു. അവൻ്റെ കയ്യിലെ മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ മേലെ കിടന്നിട്ട് ഏകദേശം ഒരു 10:30 എലിഡുമൊക്കെ എത്തുന്ന സമയത്ത് ഇതേ കൂടെ ഒരു പാൻട്രി ഷാപ്പ് പോകുന്നുണ്ടെങ്കിൽ പുള്ളി അടുത്തെത്തിയ സമയത്ത് എന്തൊരു നാട്ടെന്നറിയാം. അപ്പം പുള്ളിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ പുള്ളീനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഈ പാൻട്രിൻ്റെ മെയിനായിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്. ഇങ്ങോട്ടേക്കല്ല, ദേശീയമാണ്, സ്ലീപ്പറിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചൊക്കെ ഒരു അവസ്ഥ. ഞങ്ങളുടെ ബർത്തുകൾ സൈഡിൽ ഓവറും സൈഡ് അപ്പുറമാണല്ലോ. ഞങ്ങൾ ഈ വിവേക് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്റ്റേഷൻ്റെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് ബാഗ് ഇവിടെ കെട്ടി വെച്ച് സെറ്റാക്കിയതിന് ശേഷമാണ്. ഒരു ചെറിയൊരു സേഫ്റ്റി. 9 മണിക്ക് കൊല്ലത്തുനിന്ന് പുറപ്പെട്ട വണ്ടിയാണ്. ഇപ്പോൾ 10:50 ഇപ്പോഴും തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല. സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്റർ കൂടിയുണ്ട്. ഇവിടെ ഔട്ടറിൽ വന്ന് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എത്ര മണിക്ക് സിഗ്നൽ കിട്ടുമെന്ന് അറിയില്ല. 11:05 ഇപ്പോഴാണ് ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തുന്നത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് ട്രെയിൻ പോകുന്നത്. അതിനിടയിൽ തിരുവനന്തപുരം നോർത്തിൽ വെച്ച് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. TVC Kanyakumari Vivek Express, Central platform number 8 पर आ रही है. Your attention please. Train number 22504 Dibrugarh Kanyakumari Vivek Express from Dibrugarh. ഇവിടെ സ്റ്റേഷൻ്റെ നവീകരണം നടക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ ഓരോ ചായയും ഒരു ബിസ്ക്കറ്റും കൂടെ വാങ്ങിച്ചു കേട്ടാ. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആൾക്കാരൊന്നും തീരെയില്ല. കന്യാകുമാരിയിലേക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അങ്ങനെ വീണ്ടും തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നാഗർകോവിൽ ജംഗ്ഷൻ 12:22 ഇപ്പോൾ. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഈ നാഗർകോവിലൊക്കെ സദേൺ റെയിൽവേയിൽ തിരുവനന്തപുരം ഡിവിഷൻ്റെ കീഴിലുള്ള റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഇതും അതെ. ഇനിയിപ്പം അടുത്ത റെയിൽവേ സ്റ്റേഷനായ കന്യാകുമാരിയും അതെ. നാഗർകോവിൽ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു ഉപയോഗിച്ച ബെഡ്ഷീറ്റൊക്കെ ഉണ്ടല്ലോ, അതിവിടെയാണ് ഇറക്കുക. ഓരോ കോച്ചിൽ നിന്ന് ഇറക്കി വിടുന്നതൊക്കെ കാണാം. ഇവിടെ ഇറങ്ങാനും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. എത്ര ദിനങ്ങൾ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച ആ ഒരു ബെഡ്ഷീറ്റൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് ഇടുന്നത്. വിവേക് എക്സ്പ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോണിൽ തിൻസുക്കിയ ഡിവിഷന്റെ കീഴിലുള്ള വണ്ടിയാണ് ഇത്. ഇതിന്റെ പ്രൈമറി മെയിൻ്റനൻസ് ഒക്കെ വരുന്നത് ദിബ്രുഗഡ് ആണ്. സെക്കൻഡറി മെയിൻ്റനൻസ് നാഗർകോവിലും. അതായത് നമ്മുടെ വണ്ടി ഇപ്പൊ നേരെ കന്യാകുമാരി എത്തുമല്ലോ, അവിടുന്ന് ആൾക്കാരെയൊക്കെ ഇറങ്ങി നേരെ വരിക നാഗർകോവിലാണ്. ഇവിടെ വന്നിട്ടാണ് ഇത് ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുക. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് പ്രശ്നം തന്നെയാണ്. അതൊക്കെ ചെയ്യുന്നവർ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം. മാത്രമല്ല ഇന്ത്യൻ റെയിൽവേ ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. ഈ ഡെയിലി ഇങ്ങനെ ഒരു സർവീസ് ഇല്ലേ, എത്ര കിലോമീറ്റർ
അതായത് ഇന്നിപ്പോ ഓടുന്ന വണ്ടിയുണ്ട്, ഇനിയിപ്പോ നാളെ ഉണ്ട്, അതുപോലെ തന്നെ ഇന്നലെയും. അതിന്റെ ഓരോ ദിവസം ഈ വണ്ടി ദിബ്രുഗഡിൽ നിന്ന് പുറപ്പെടുന്നില്ലേ, അത് തന്നെ വലിയൊരു സംഭവം തന്നെയാണ്. സെക്കൻഡ് AC കയറി വരുന്ന ഇവിടെ തന്നെ 2 പേർക്ക് മാത്രമുള്ള ഒരു കൂപ്പയുണ്ട്. അതായത് സുഖമായിട്ട് മറ്റൊരാളെ ശല്യം ഉണ്ടാവില്ല ഇവിടെ കർട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അതായത് ഈ കയറി വരുന്നത് ഇവിടെയാണ് ഡോറുള്ളത്. ഡോർ കഴിഞ്ഞ ഉടനെ തന്നെയുള്ള ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഭാഗത്തൊന്നും കിട്ടാറേ ഇല്ല കേട്ടാ. ഒരു ദിവസം കിട്ടണമായിരുന്നു. അസാമിലെ ദിബ്രുഗഡിൽ നിന്നും 4154 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ തമിഴ്നാട്ടിലെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ദിബ്രുഗഡിൽ നിന്നും വ്യാഴാഴ്ച രാത്രി 7:35 ഈ ട്രെയിനിൽ ഞങ്ങൾ കയറിയത്. വ്യാഴം കഴിഞ്ഞു, വെള്ളി കഴിഞ്ഞു, ശനി കഴിഞ്ഞു, ഞായർ കഴിഞ്ഞു, തിങ്കളാഴ്ച ഇതാ പുലർച്ചെ 12:55 ഇപ്പോൾ. ഇത്രയും സമയമാണ് ഞങ്ങൾ ഈ ട്രെയിനിൽ ചെലവഴിച്ചത്. 1 മണി തന്നെ ആയി ഇപ്പം ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഇതാ കന്യാകുമാരി എന്നുള്ള ഒരു ബോർഡൊക്കെ. 74 മണിക്കൂറാണ് ഈ ട്രെയിനിൽ ആകെ യാത്ര ചെയ്യേണ്ടത്. 3 മണിക്കൂറാണ് ഡിലേ ആയത്. അപ്പോൾ 77 മണിക്കൂർ ഞങ്ങൾ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തു. ഒരു 1.5 യാത്ര തന്നെ. ഈ കന്യാകുമാരിയിൽ ഈ ട്രെയിനിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വന്നിറങ്ങാനുള്ളൂ. അപ്പോൾ വിവേക് എക്സ്പ്രസിനോടൊക്കെ ഒരു ഗുഡ് ബൈ പറയാനുള്ള സമയം ആയിരിക്കുന്നു. എത്ര ദിവസം ഒരു വീട് പോലെ ഞങ്ങൾ കിടന്നുറങ്ങിയ വണ്ടി. ദിബ്രുഗഡ് കന്യാകുമാരി. നമുക്കിനി നേരെ പോവാം. അൺറിസർവ്ഡ് കോച്ചിന്റെ ഭാഗം വഴി വരുമ്പോഴാണ് സ്മെല്ല് വരുന്നത്. ഈ ട്രെയിൻ ഇന്ന് തന്നെ തിരിച്ച് ദിബ്രുഗഡിലേക്ക് പോകുന്നുണ്ട്. ഇതിന്റെ സെക്കൻഡറി മെയിൻ്റനൻസ് ഒക്കെ ഇനിയിപ്പോൾ നാഗർകോവിലിൽ നിന്നാണ് ഉണ്ടാവുക. നേരത്തെ തന്നെ പറഞ്ഞല്ലോ. 5:25 ഇവിടുന്ന് ദിബ്രുഗഡിലേക്ക് പുറപ്പെടുക. ലോക്കോമോട്ടീവ് ഓൾറെഡി ഇവിടുന്ന് റിമൂവ് ചെയ്തു. വിജയവാഡ. അങ്ങനെ ഇന്ത്യയുടെ തെക്കേ അറ്റമായ കന്യാകുമാരി വീത ഇവിടെയാണ് റെയിൽവേ ലൈൻ അവസാനിക്കുന്നത്. ഇപ്പോൾ 1:07. ഇവിടെ വെയിറ്റിംഗ് റൂമൊക്കെ ഉണ്ട്. നേരെ അങ്ങോട്ട് പോവാം. ഞങ്ങളിവിടെ വെയിറ്റിംഗ് റൂമിന്റെ ഭാഗത്തേക്ക് വന്നുവേ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ വേറെ റൂമൊന്നും എടുക്കുന്നില്ല. ഇപ്പോൾ 1 മണിയായല്ലോ. 2 മണി, 3 മണി, 4 മണി, 5 മണി, 6 മണി ആ സമയമാകുമ്പോൾ നമുക്ക് നേരെ ബീച്ചിന്റെ ഭാഗത്തേക്ക് പോവാം. എന്താ അറിയോ, ഇവിടെ വന്നിട്ട് സൂര്യോദയം കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. കുറച്ച് സമയമല്ലേ ഉള്ളൂ. എന്തായാലും ഇന്ന് ഉറങ്ങുന്നൊന്നുമില്ല. ഇവിടെ വെയിറ്റിംഗ് റൂമിന്റെ അകത്ത് ആൾക്കാരൊക്കെ കിടന്നുറങ്ങുന്നതാണ്. അതുകൊണ്ടാണ് അകത്തേക്കൊന്നും കയറാതിരിക്കുന്നത്. ഇപ്പോൾ 4:30 ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് പുതുച്ചേരി കന്യാകുമാരി എക്സ്പ്രസ് വന്നത്. പിന്നെ ഹസ്രത്ത് നിസാമുദ്ദീൻ കന്യാകുമാരി തിരുക്കുറൽ വന്നു. അതുപോലെ തന്നെ കന്യാകുമാരി മംഗളൂരു പരശുറാമും പോയി. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ചെന്നൈ എഗ്മോർ കന്യാകുമാരി എക്സ്പ്രസ് വരും. ഞങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ. ഇവിടെ വല്ല ടീ സ്റ്റാളായിട്ടും ഉണ്ടോ നോക്കാം. രാവിലെ ഒരു ചായ കുടിക്കാം. ഇപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ വന്നു. അമ്പലത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു സമയമായല്ലോ. പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്ന ഇവിടെ തന്നെ വിവേകാനന്ദന്റെ ഒരു ചിത്രവും തിരുവള്ളുവർ സ്റ്റാച്ചുവിന്റെ ഒരു ചിത്രം കാണാം. നമ്മളിന്ന് യാത്ര ചെയ്ത വിവേക് എക്സ്പ്രസിന്റെ പേര് ഇദ്ദേഹത്തിൽ നിന്നാണല്ലോ കിട്ടിയത്. 4:46 ഇപ്പോൾ. ഇവിടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഉണ്ട്. ഇവിടെ പോയിട്ട് ചായ വാങ്ങിക്കാം. ഞങ്ങൾ ഓരോരോ ചായയൊക്കെ വാങ്ങിച്ച് ഇനിയിപ്പോൾ നേരെ നടന്ന് നമുക്ക് പുറത്തേക്ക് പോകാം. പുറത്തിറങ്ങുമ്പോൾ തന്നെ ഓട്ടോ ചേട്ടന്മാരൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും നടന്നിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണമാണ്. എന്തായാലും കുറച്ച് മാസങ്ങളെടുക്കും ഇതൊക്കെ കെട്ടി വലുതാവാൻ. ഇപ്പോൾ 5 മണിയായേ. ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സൺറൈസ് പോയിന്റിലേക്ക്, അതായത് ബീച്ചിന്റെ ഭാഗത്തേക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ റൂം എടുക്കാത്തതിൻ്റെ കാര്യം എന്താ അറിയോ, റൂം എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ഉറങ്ങി എഴുന്നേൽക്കൂല. രാവിലത്തെ സൂര്യോദയം കാണാൻ എന്തായാലും എഴുന്നേൽക്കൂല. അതുകൊണ്ടാണ് റൂം എടുക്കാതെ. എന്തായാലും ഇന്നൊരു ദിവസം ഇങ്ങനെ കുറച്ച് ഉറക്കം ഇല്ലെങ്കിലും ഇതൊക്കെ കണ്ടതിന് ശേഷം റൂം എടുത്ത് സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ, അങ്ങനെ വിചാരിച്ചത്. ഏകദേശം നടന്നെത്താനായി. കന്യാകുമാരിയിലെ ക്ഷേത്രമാണ് ഈ മുന്നിലായി കാണുന്നത്. പിന്നെ ഇവിടെ തന്നെയാണ് സുനാമി മെമ്മോറിയൽ പാർക്ക് ഉള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്ത് വന്നാൽ തന്നെയാണ് സൂര്യോദയം കാണാനായി പറ്റുക. ഇപ്പോൾ 5:15. സൂര്യോദയം 6:40 കാണുന്നത് ഇപ്പോൾ. എന്തായാലും
നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇതേ അങ്ങ് അവിടെയാണ് വിവേകാനന്ദ പാറയും തിരുവള്ളുവർ സ്റ്റാച്ചുവും ഉള്ളത്. ആ ഭാഗത്തു നിന്ന് തന്നെയാണ് സൂര്യൻ ഉദിച്ചു വരിക. 6:20 ഈ സമയത്ത് ഇവിടുത്തെ തിരക്കാണിത്. ഇതുകൊണ്ടോ എത്ര ആൾക്കാരാണെന്ന് നോക്കി. 6:40 ഇപ്പോ. വിവേകാനന്ദ പാറയുടെ അവിടുന്ന് ഒരു സൈറനൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സൂര്യൻ ഉദിച്ചു വരികയാണെന്നാണ് അതിനുള്ള ഒരു അർത്ഥം. അങ്ങനെ ആയിരിക്കണം. 6:48 ഇപ്പോഴാണ് സൂര്യൻ ഉദിച്ചു വരുന്നത്. നല്ല രസല്ലേ ഇത് കാണാൻ. ഇത് കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്നലെ രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് നിന്നത്. അങ്ങനെ കന്യാകുമാരിയിൽ വന്ന് ഒരുപാട് നാൾക്ക് ശേഷം ഒരു സൂര്യോദയം കണ്ടു. ഞങ്ങൾ ആ കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് വന്ന് നിന്നത്. അതായത് ഇതാ ഇവിടെ അവിടെ നിന്നവർക്കൊക്കെ ഇവിടെ വരണം ഇത് കാണണമെങ്കിൽ. ഉദിച്ചുദിച്ചിതാ ഏകദേശം ഇവിടെ വരെ എത്തി. ശരിക്കും ഈ അടുത്ത കാലത്തൊന്നും ഞാൻ സൂര്യനെ ഇങ്ങനെ കണ്ടില്ല. പ്രകാശത്തോടു കൂടിയതാ ഇപ്പോഴാണ് കാണാനായി സാധിക്കുക. ഇപ്പൊ സൂര്യൻ ഒരുപാട് ഉദിച്ചു. ഇതിന്റെ ഏത് ഭാഗത്ത് നിന്നാലും ഈ ഒരു കാഴ്ച കാണാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ വലിയൊരു കാര്യം. സൂര്യോദയൊക്കെ കണ്ട് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തെത്തിയേ. ഇനി ഞങ്ങൾ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് രാവിലെ 8:40 പൂനെയിലേക്ക് പോകുന്ന ജയന്തി ജനതയുണ്ട്. അതിന്റെ അൺറിസർവ്ഡിൽ പോകാനാണ് ഒരു പ്ലാൻ. നിലവിൽ ഇങ്ങനെയാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച. ഇപ്പൊ ഇവിടെ വലിയൊരു കുഴിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇവിടെയൊക്കെ വലിയ വലിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഞങ്ങൾ ഏറ്റവും മുന്നിലുള്ള അൺറിസർവ്ഡ് കോച്ചിലാണ് കയറുന്നത്. തിരുവനന്തപുരത്തേക്ക് ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത്. അസാമിലെ ദിബ്രുഗഡിൽ നിന്ന് തുടങ്ങിയ യാത്രയാണല്ലോ ഇപ്പൊ ഇതാ കന്യാകുമാരിയിലെത്തി. വിവേക് എക്സ്പ്രസിന്റെ കാഴ്ചകളൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വിവേക് എക്സ്പ്രസിൽ ഞങ്ങൾ ഇതുവരെ 3 തവണയാണ് എൻഡ് ടു എൻഡ് യാത്ര ചെയ്തത്. അതുപോലെ തന്നെ ട്രെയിനിന്റെ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ വൃത്തി കണ്ടല്ലോ. അതായത് ശരിക്കും പറഞ്ഞാലോ ഈ ട്രെയിനൊക്കെ വൃത്തികേടാക്കുന്നത് ട്രെയിൻ സ്വമേധയല്ലല്ലോ. അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ തന്നെയാണ്. സെക്കൻഡ് AC-ലെത്തി അതുപോലെ തന്നെ സ്ലീപ്പറിനും കാഴ്ച കണ്ടാൽ ശരിക്കും അത് മനസ്സിലാവും. ഇനിയിപ്പോ തിരുവനന്തപുരത്ത് പോയിട്ട് ഞങ്ങൾ കിടന്നുറങ്ങുവാണ്. ഇന്ന് ഒരു പോളെ കണ്ണടച്ചില്ലല്ലോ. കാരണം ഈ ഒരു ഉറക്കൊക്കെ അവിടെ തീർക്കണം. എന്നിട്ട് നാളെ പുലർച്ചെ ഞങ്ങൾ കോഴിക്കോട് ജനശതാബ്ദിക്ക് കയറിയിട്ട് കോഴിക്കോടേക്ക് പോവുകയാണ്. ഇന്ത്യയിൽ ഇപ്പം അവസാനമായി നിൽക്കുന്ന ഒരു ഉത്കൃഷ്ട കോച്ചുള്ള ജനശതാബ്ദിയാണത്. അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.